ഞാൻ ഉറപ്പായിട്ടും വരും. ഞങ്ങൾ ഉറപ്പായിട്ടും വരും. ശരി, എന്നാ ഞാൻ ചേട്ടനോട് പറയട്ടെ. ചേട്ടാ, എൻ്റെ കൂട്ടുകാരി രേഷ്മയില്ലേ, അവിടെ കല്യാണം ഉറപ്പിച്ചു. ഓ, എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാ. ലവ് മാരേജ് ആയിരുന്നു, കൊച്ചിലോട്ട് തുടങ്ങിയത്. എന്തായാലും നമുക്ക് പോകണം കേട്ടോ. ഒരു രണ്ടല്ല, നമുക്ക് ഒരാഴ്ചക്ക് മുന്നേ പോകണം. അങ്ങനെയാണെങ്കിലേ എനിക്ക് കുറച്ച് പുതിയ സാരികൾ വാങ്ങിക്കണം. എൻ്റെ കയ്യിലാണെങ്കിൽ സാരി ഒന്നുമില്ല. മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം. ഒരേ കളർ വേണ്ട. ഞാൻ ഇടുന്ന ഡ്രസ്സിന്റെ കോൺട്രാസ്റ്റ് മതി ചേട്ടൻ ഇടുന്നത്. ചേട്ടന് മുണ്ട് ഷർട്ട് മതി. എനിക്ക് നല്ല ബോർഡർ ഉള്ള ഒരു സാരി, വീതിയുള്ള ബോർഡർ ആയിക്കോട്ടെ. ബ്ലൗസ് നമുക്ക് ഡിസൈൻ ചെയ്യണം. ഞാൻ പാറ്റേൺ എല്ലാം പറഞ്ഞുതരാം. മിനിമം ഓർണമെന്റ്സ് മതി. നമുക്കേ വേണമെങ്കിൽ ഒരു ബെൻസ് വല്ല വാടകയ്ക്ക് എടുത്ത് പോകാം. നിങ്ങൾക്ക് ഭയങ്കര ജോലിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആണല്ലോ, നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഞാൻ പൊളിക്കും ഈ കല്യാണം. പിന്നെ വരുന്ന വഴിക്ക് എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് കയറണം കേട്ടോ. അവിടെ ചെന്നിട്ട് അമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ മേമയുടെ മരുമോൾ പ്രസവിച്ചെടുക്കുക, അതിനും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കണം. എന്തോടി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഇവിടെ ഇതെപ്പോ വന്നിരുന്നു ഇവിടെ? ചുമ്മാ അതെന്തോരോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഇടയ്ക്ക് രണ്ടും കൂടെ ഒരു 5000 രൂപ കാണും. ബർത്ത്ഡേക്ക് എന്തായാലും നല്ലൊരു സർപ്രൈസ് തന്നെ കൊടുക്കണം. 10,000 രൂപയുടെ നല്ല ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിക്കണം. ഇത്രയും നാളും ഏട്ടനിട്ടതിൽ വെച്ച് ഏറ്റവും കൂടിയ ഷർട്ട്. ഏട്ടനെ ഞാനൊന്ന് ഞെട്ടിക്കും. ഇതേതാ ഈ ഷർട്ട്? നല്ല കളറ്. ta ta thinna ta thinna 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 ta ta thinna ta മതി, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചത് സർപ്രൈസ് ഗിഫ്റ്റാണ്. നിങ്ങൾ ഈ ചുരുട്ടി കൂട്ടിയത്. എടി, ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് വരുന്ന പൈസ നീ വഞ്ചിപ്പെട്ടിക്കകത്ത് വെച്ച് മേടിച്ച ഷർട്ടല്ലേ എനിക്ക്? അതെ, അല്ലാതെ പൈസ തന്നെ കടയിൽ പോയി വാങ്ങിക്കത്തില്ലല്ലോ. ഒരാളത് സൂക്ഷിച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ ഇപ്പൊ ഇട്ടത്. ഒരു വില അതിന്. ആരെ തന്നതൊന്ന് നോക്ക. എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ? മതി, നിങ്ങൾ എന്തെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? എന്നെ ഞെട്ടിച്ചിട്ടുണ്ടോ ഇതുപോലെ വെറൈറ്റി സർപ്രൈസുകൾ വന്ന്? എവിടെ പുള്ളി പറയണ്ട. അത്ഭുതപ്പെടുത്താൻ നിന്റെ ബർത്ത്ഡേ ഒന്നും എന്തുവാടേ ഇത്? ഭംഗി ഇന്നത് കൊണ്ടല്ല ഇഷ്ടം തോന്നുന്നത്, ഇഷ്ടമുള്ളത് കൊണ്ടാ ഭംഗി തോന്നണമെന്ന്. നമ്മളുടെ ഏറ്റവും ഡൗൺ ആയിട്ടുള്ള പോയിന്റില് ചിലർ നമ്മുടെ ലൈഫിലേക്ക് വരും. നമുക്ക് മനസ്സിലാവില്ല എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ
It just clicks. കണ്ണു രണ്ടും കണ്ടാലോ കൊഴുക്കട്ട പോലെ അടുപ്പിന്മേലെ വെച്ച പാൽക്കുടം കാച്ചി നീ പോകുന്നതും നോക്കി നിന്നു പൂച്ചയെ പോലെ ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണു രണ്ടും കണ്ടാലോ പണിയൊന്നില്ല. കൊഴുക്കട്ട പോലെ അടുപ്പിന്മേലെ വെച്ച പാൽക്കുടം കാച്ചി നീ പൊങ്ങുന്നു പൂച്ചയെ എനിക്ക് എന്താടി നിനക്ക്? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. കാണിച്ചു തന്നത് വിധിയായിരുന്നു. ഇഷ്ടം പ്രണയമായി പോയി. നിന്നെ എനിക്ക് കാണിച്ചു തന്നത് വിധിയായിരുന്നു. ഇഷ്ടം പ്രണയമായി പോയി. അരുതൊന്നും my everything. Loving you was never something I planned. It was something my heart decided the very to the one who became my everything. Loving you was never something I planned. It was something my heart decided the very much. ഞാൻ ഞാനായിട്ടിരിക്കുന്ന അവന്റെ കൂടെ. അവനെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഞാനായിട്ടിരിക്കുന്ന അവന്റെ കൂടെ. അവനെ സത്യം. ഏത് വൈകിയാണെങ്കിലും അടുക്കാൻ ഒട്ടും വൈകിയില്ല. കിട്ടാൻ വൈകി പോയ കിട്ടിയത് വൈകിയാണെങ്കിലും അടുക്കാൻ ഒട്ടും വൈകിയില്ല. കിട്ടാൻ വൈകി പോയ മുഴുവൻ സ്നേഹവും ഇരട്ടിയായി കൊടുത്ത് ഞങ്ങൾ ഇന്ന് ഒരുപോലെ ആസ്വദിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടപടി. ഐ ലവ് യു. I love you ചേട്ടാ. I love you to the moon and back. നിന്റെ അടുത്തല്ലേ ഞാൻ കിടക്കുന്നേ? നിന്റെ മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു തന്നാൽ പോരെ ഈ റീലൊക്കെ. അതിൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾക്കല്ല ഞാൻ വേറെ ആർക്കായി റീലൊക്കെ അയച്ചു കൊടുക്കുന്നത്. ഞാൻ ഇന്നലെ അയച്ചെന്ന 52 റീൽ നിങ്ങൾ കണ്ടായിരുന്നോ? 52 റീലോ? ആ, അത്രയും ഞാൻ കണ്ടില്ല. ഞാൻ കാണാം. ഇവിടെ കാണാത്തന്നെ നീ എന്തിനടിയായിരുന്നു? I just want to say I never told you this, but you are so special to me. I can't explain how lucky I am to have you in my life. You're perfect in all your own ways. Like your smile, your laugh, your eyes. Everything about you is amazing. പെർഫെക്റ്റ്. കൂടിപ്പോയോ? ഇല്ലില്ല. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. സൂപ്പർ. ഹലോ കുട്ടിസേ, എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? വണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതല്ല, ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടായ മാറ്റം. വേറെ മാലയുടെ ചുട്ടി അങ്ങ് മാറ്റി ഇയാള്. ഒന്ന് മാറിക്കിടക്കുന്നതാ. മാലയുടെ ചുട്ടി മാറ്റാൻ പൈസ തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ആ, വേറെ മാറ്റം. കറുത്ത ലിപ്സ്റ്റിക് ഇട്ട്. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. പൊട്ടങ്ങ് ചെറുതാക്കിയാൽ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോടി കൊച്ചു ഗള്ളി. എനിക്ക് ഈ പൊട്ടേ ഉള്ളൂ. ഇതിലും വലിയ പൊട്ടും ചെറിയ പൊട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരത്തെ? കണ്ണെഴുതി 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 കണ്ണെന്ന് ഞാൻ എഴുതുന്നതാ.
ഓഹോ, പിരിവം ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയത്തില്ലെന്ന് വിചാരിച്ചോ? നിന്റെ മുഖത്തെ ഗ്ലോ കണ്ടാൽ അറിയാമല്ലോ. ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയായിരുന്നു എന്നെ. കാല കൂട്ടച്ചടിച്ച് അടിച്ചിട്ടില്ല. ഇതൊന്നും അല്ലെങ്കിൽ പറ, എന്ത് മാറ്റം പറഞ്ഞേ? അത് പറഞ്ഞേ, എന്ത് കേട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓഹോ, ചുരിദാർ ഷേപ്പ് ചെയ്തു. ഷേപ്പ് ചെയ്തില്ല. കൈ ക്യൂടെക്സ് അടിച്ചു. ക്യൂട്ടസ് അടിച്ചിട്ടുണ്ടോ ഞാൻ? ക്യൂട്ടസ് അടിക്കാത്ത കയ്യിലെ ക്യൂട്ടസ് അടിച്ചെന്ന് തോന്നല് ഭയങ്കരമാണല്ലോ. വിരളി മോതിരം ഇട്ടു. നേരത്തെ ഇട്ടിട്ടുണ്ട്. ഒരു ക്ലൂ തരുമോ? തമിഴൻ അഴക് മലയാളിക്ക് തെറി. തമിഴനഴക് മലയാളിക്ക് തെറി. എനിക്കറിയത്തില്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഒന്നും തോന്നിയില്ല എന്നെ കണ്ടിട്ട്. ഞാൻ മുടി മുറിച്ചു, ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നെ. മുടി മുറിച്ചു ഞാന്. ഇത്രേ ഉള്ളൂ നിങ്ങള്. പോ. അതെ, അത് തന്നെ. കൊള്ളാം, നല്ല രസമുണ്ട്. ഈ വാൾപേപ്പർ ഒക്കെ നിമ്മി സെലക്ട് ചെയ്താണോ? എവിടെ? ചേട്ടന്റെ ആണോ? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഞാൻ ചെറിയ രീതിയിൽ വ്ളോഗൊക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ ഫ്രെയിം ഒക്കെ ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ചേട്ടൻ സെറ്റ് ചെയ്താ. നിമ്മി ഭയങ്കര ലക്കിയാ. ഇത് മാത്രല്ല, എൻ്റെ ഡ്രസ്സ്, ഓർണമെന്റ്സ് എല്ലാം പുള്ളിക്കാരനാ സെലക്ട് ചെയ്യുന്നേ. എന്റെയും ചേട്ടൻ എനിക്കിതെല്ലാം സെലക്ട് ചെയ്ത് തരും. പിന്നെ റൂമൊന്ന് തുറന്നു നോക്കിക്കേ. എന്താ? ഫുള്ള് ഗിഫ്റ്റാ. ആണോ? ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അടുത്തിടയ്ക്ക് വല്ലോ? ഫംഗ്ഷൻ ഒന്നും അല്ല, ചേട്ടൻ മേടിച്ചെന്ന്. സർപ്രൈസ് തരുവാ? സർപ്രൈസുകളെന്ന് വെച്ചാൽ ഗിഫ്റ്റ് മാത്രമല്ല, സലൂണിലൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യുമെന്നേ. അവരെന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഹെയർ ഡ്രൈ ആയി, സ്പാ ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ചേട്ടനും അങ്ങനെ ചെയ്യിക്കും. സ്പാ ചെയ്യാറില്ലേ? ചെയ്യും. സലൂണുകാർ ചെയ്യും. സത്യത്തിൽ നമ്മൾ എന്തൊരു ലക്കിയല്ലേ ഇതുപോലുള്ള ഹസ്ബൻഡ്സ് ഒക്കെ. ഭയങ്കര ലക്കിയാ. എന്തൊരു ഭാഗ്യവാ. ചില സമയത്തൊക്കെ എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എന്തു പറ്റി? ഈ ഓവർ കെയറിങ് ഒക്കെ ബുദ്ധിമുട്ട് തോന്നും. തോന്നാറില്ലേ? ഉണ്ടെങ്കിലല്ലേ തോന്നും. ശരി, നമുക്ക് വീടൊക്കെ കാണാം. വാ. എടാ, ഇന്നലെ ഓഫീസിൽ വന്ന ക്ലയൻസ് ഒക്കെ ഉണ്ട്. ക്ലയൻസ് ഒന്നും കുഴപ്പമില്ലടാ, നമ്മുടെ വർക്കൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് പ്രശ്നം. അതെന്തോ? എന്ത് വേടേ, നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ ഭാര്യമാരുടെ മുഖമാണെങ്കിൽ കടന്തൽ കുത്തിയിട്ട് വിട്ടിരിക്കും. എന്തോ കാര്യമെന്ന് ചോദിച്ചാൽ ഒട്ടും പറയത്തുമില്ല. തൊട്ടേനും പിടിച്ചാലും എല്ലാം ദേഷ്യം. വന്ന് കയറുമ്പോൾ നമുക്കൊരു ഒരു മനസ്സിനൊരു സന്തോഷം കൊണ്ട് കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എടാ, അതാണോ പ്രശ്നം? ഇവിടെ അത് തന്നെ. കളിയനും ഉണ്ടോ പ്രശ്നം? പിന്നെ പ്രശ്നമില്ലാത്ത കുടുംബമുണ്ടോ? എടാ, അതിനൊക്കെ ഇവളുമാർക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നീ മേടിച്ചു കൊടുത്താൽ മതി. സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ ഇതൊക്കെ ചിലവല്ലേ കളിയാ. എടാ, എന്തോ പൈസയാടാ, വല്ല മുട്ടുസൂചിയോ മുട്ടായോ കൂട്ടെക്സോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് മേടിച്ചു കൊടുത്താൽ മതി. പക്ഷെ നീ മേടിച്ചു കൊടുത്തിട്ട് പറയണം സർപ്രൈസ്. അതാ അവരുടെ സന്തോഷം. നമുക്ക് മനസ്സമാനം ഇടാ വലുത് ഇല്ലേ? അതത് തന്നെ വലുത്. ട്രൈ ചെയ്ത് നോക്കല്ലേ? അതെ, എന്തോ കണ്ടോണ്ട് നിൽക്കുവോ ഇവിടെ? അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തില. സ്വർഗത്തിലെ കട്ടുറുമ്പാവാതെ ഇങ്ങോട്ട് വാ. ആ കിഴങ്ങ മക്കോണൻ എന്തൊക്കെ ഗിഫ്റ്റാ പെണ്ണിന് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് അറിയാമോ? കണ്ടു പടി. എപ്പോ വന്നു? നിങ്ങൾ ഈ കിഴങ്ങൻ്റെ വീട്ടിലോട്ടാ വന്നേ? ആണല്ലേ? ശരി, എന്നാ ഇച്ചിരി മധുരക്കിഴങ്ങ് തരണേന്ന് പറയുമായിരുന്നു. വേണ്ട, ഗ്യാസാ. അതെ, പോയാലോ? പരിസരബോധമില്ല. എന്താ ചെയ്യാ? നിനക്കേ 5000 അല്ല, അതിൽ കൂടുതൽ ചിലവാകും. നീക്കി വെച്ചോ കേട്ടോ. വാ. ഹലോ, എന്താ?
ഗിഫ്റ്റ്, സർപ്രൈസ് ഗിഫ്റ്റ്. അയ്യോ, നല്ല കളറ്. ഈ കളർ എനിക്കില്ലായിരുന്നു. ശോ, ഇതെന്താ പെട്ടെന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചേ? ഇഷ്ടപ്പെട്ടോ? നിന്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ മതി എനിക്ക്. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ, സ്റ്റാറ്റസ് ഇടാം. പോയി എടുത്തിട്ടോ. ആ ശരി. ഇന്നും ഗിഫ്റ്റോ? ഹായ്, നല്ല ഡിസൈന്. ഞാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു എനിക്കൊരു ബ്ലാക്ക് കളർ. കൊടുത്തിട്ട് വരാവേ. അയ്യോ, ഈ ഡിസൈൻ ഭയങ്കര റയർ ഡിസൈനാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്തിട്ട് വരാവേ. ഇതേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിസൈൻ ആയിരുന്നു കേട്ടോ. ഇന്നാളെ എടുത്തോണ്ട് വന്ന് ഇതിന്റെ വേറെ കളറാ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. എന്ത് രസാ, എന്തൊരു ഭംഗിയത്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡിസൈന്. ഇതൊന്നും എടുക്കണം എനിക്ക്. അയ്യോ, നല്ല തുണി, നല്ല സുഖമുണ്ട്. നല്ല സിമ്പിൾ റെഡ് കളർ. ഞാൻ ഇങ്ങനത്തെ റെഡ് കളർ നേരത്തെ കണ്ടിട്ടില്ല. എന്തായാലും ഇതോടെ ഒന്ന് സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ആക്കിയേക്കാം. എന്തോടി നിങ്ങൾ ഇങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നോ? നിങ്ങളുടെ കൂട്ടുകാരുടെ ഭാര്യയുടെ സ്റ്റാറ്റസ് കണ്ടോ? എന്തോരം ഗിഫ്റ്റ് അയാൾ കൊടുക്കുന്നതെന്നറിയോ? ഇതേണ്ടേ, ഇതിപ്പോ 100ാമത്തെ ഗിഫ്റ്റാ. അത് നല്ല അടിപൊളി സാരികൾ. അതിന് പറ്റും നിങ്ങൾ എന്തരും? മുട്ട് സൂചി, സെറ്റിപ്പൻ, വാടിയ പൂവ്, മുട്ടായി. കണ്ട് പഠിച്ചൂടെ അങ്ങേരെ? ഫോൺ തോണ്ടി ഇരിക്കുക. ഈ കാലിനെ കൊണ്ട് തോറ്റ് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോഴത്തേന് എന്തൊക്കെയായി മേടിച്ചു കൊടുക്കുന്നത്? ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ശരിയാക്കി തരാം. എന്താ പറ്റിയടാ? എന്താ പറ്റിയെന്നോ? ഒരുമാതിരി പോക്കർത്തനെ കാണിക്കരുത്. എടാ, സർപ്രൈസ് കൊടുക്കാൻ പറയുമ്പോൾ വില കൂടിയ സാരി എന്നാ മേടിച്ചു കൊടുക്കുന്നത്? മേടിച്ച് കൊടുത്തതോ പോട്ടെ, ഇത് എന്തിനാണ് വാരി വലിച്ച് സ്റ്റാറ്റസ് ഇടുന്നത്? എൻ്റെ പെണ്ണുമ്പിള്ള, എൻ്റെ പെണ്ണുമ്പിളൊന്ന് ഹൈഡ് ചെയ്യാൻ പറയടാ. ഇത്രയ്ക്ക് പൈസ മുടക്കി മേടിച്ചു കൊടുക്കാൻ നിനക്ക് എന്തോ ലോട്ടറി വല്ല അടിച്ചോ? അതോ വല്ല കിമ്പിളം വല്ലതും കിട്ടുന്നുണ്ടോ? കളിയാ, എനിക്ക് ലോട്ടറി അടിച്ചില്ല, കിമ്പിളവും കിട്ടിയിട്ടില്ല. പക്ഷേ ദൈവം എനിക്ക് ബുദ്ധി തന്നു. അത് ഞാനൊന്ന് പ്രയോഗിച്ച അത്രേ ഉള്ളൂ. എന്ത് ബുദ്ധി? ആ, കാണിച്ചു തരാം. നോക്ക്. അത് ശരി, നീ പെണ്ണുമ്പിള്ളക്ക് മേടിച്ചു കൊടുത്ത സാരിയുടെ പൊങ്ങച്ചം കാണിക്കാനായിരുന്നോ നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന ബുദ്ധി? കളിയാ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം. 5 വർഷം കൊണ്ട് ഞാൻ മേടിച്ചു കൊടുക്കുന്ന സാരി മേളിൽ മുതൽ താഴെ വരെ അടിക്കിനി വെച്ചേക്കുക. ഇതൊക്കെ ഒരു ഒറ്റ വെട്ടം ഉടുത്തിട്ട് കയറ്റി വെച്ചേക്കുന്ന സാധനങ്ങളാണ്. എന്നിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ നേരം കറുത്തൊരു പാൻറ്റും ചേരാത്തൊരു ടോപ്പും ചേരാത്തൊരു ഷോളും എടുത്തിട്ട് നമ്മുടെ കൂടെ വരും. ചോദിക്കുമ്പോൾ പറയുന്നത് എന്തുവാ? ഇതാ കംഫോർട്ടെന്ന്. കഴുകാൻ എളുപ്പമാണ് ഈ തുണി. എങ്ങനെ ഇരിക്കുന്നു? ഈ ഇരിക്കുന്നതിനകത്ത് എത്ര സാരി ഉണ്ടെന്നോ ഈ സാരിയുടെ ഒന്നിൻ്റെ കളർ പോലും എൻ്റെ പെണ്ണും പിള്ളയ്ക്ക് ഓർമ്മയില്ല. അങ്ങ് മേലെ അറ്റത്തു നിന്ന് ഓരോ സാരി വെച്ച് ഡെയിലി കൊടുത്താലും ഒരു 6 മാസത്തേക്ക് എനിക്ക് കൊടുക്കാനുള്ള സാരി ഈ അലമാരി നിറച്ച് ഇരിപ്പുണ്ട്. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നത്? എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന സാരിയാണ് ഞാൻ മാറ്റിയും തിരിച്ച് ഓരോ ദിവസവും അവൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുമ്പോഴേ അവളുടെ മുഖത്തെ ആ ഒരു സന്തോഷം കാണണം നീ. ഇതാകുമ്പോൾ നമ്മളുടെ പൈസയും ലാഭം, അവളുടെ സന്തോഷം കാണാം. സർപ്രൈസ് ഗിഫ്റ്റും കിട്ടി. അത് കൊള്ളാലോ അളിയാ. ഈ ഐഡിയ ഞാനിവിടെ ഒന്ന് പയറ്റി നോക്കട്ടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിട്ടു. എൻ്റെ പെണ്ണുമ്പിള്ള ഇപ്പോൾ വരും. നാളെ അവളുടെ കൂട്ടുകാരിയുടെ കല്യാണം. വില കൂടി ഒരു സാരി വേണമെന്ന് പറഞ്ഞു. ഒന്ന് തപ്പി നോക്കട്ടെ. ചെക്കി, ഓൾ ദ ബെസ്റ്റ് അളിയാ. നിനക്ക് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എടാ അളിയാ, നീ പറഞ്ഞ ഐഡിയ എല്ലാം വർക്കായി. എൻ്റെ പെണ്ണുമ്പിള്ള ഭയങ്കര ഹാപ്പി. നിന്റെ പെണ്ണുമ്പിള്ളക്ക് സാരി കൊടുത്തായിരുന്നോ? സാരി ഞാൻ കൊടുത്തായിരുന്നടാ. എന്തോടെ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? ആ, അതിരിക്കട്ടെ. സാരി കൊടുത്തപ്പോൾ അവളെന്ത് പറഞ്ഞു? അവളോ? എന്താ ഇത്? ഓ,
ഇതൊന്നും അറിയാത്ത എൻ്റെ കുട്ടി മുഖത്ത് നാണം നോക്കടാ. ഇതോടാ നിന്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് സർപ്രൈസ് ഗിഫ്റ്റ്. വാങ്ങിച്ചോ? ഞാനിവിടെ വന്ന് സെലക്ട് ചെയ്തില്ലായിരുന്നോ? എൻ്റെ ഇഷ്ടത്തിന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഏട്ടൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. സെലക്ഷൻ സൂപ്പർ ആയിരിക്കുമല്ലോ എന്നെ പോലെ. എന്തേ അയ്യോ അമ്മേ. ഒരു നല്ല കാര്യം ചെയ്തതിന് അവളെന്തിനാണ് ഇടിച്ചത്? അളിയാ, ഈ സാരി കൊടുക്കുന്നതിനൊക്കെ ഒരു മര്യാദ ഇല്ലയോ അളിയാ? വില കൂടിയ സാരി വേണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു വില കൂടിയ സാരി തപ്പി കണ്ടുപിടിച്ച് കൊടുത്തു. പക്ഷെ അത് അവളുടെ മന്ത്രകോടിയായിരുന്നു അളിയാ. പെണ്ണുങ്ങളെ വേറെ എന്തോ മറന്നാലും ഈ മന്ത്രകോടി മറക്കത്തില്ലടാ. കൊള്ളാം. എടാ, അവള് നിന്നെ കൊല്ലാതെ വിട്ടത് നിന്റെ ഭാഗ്യം. വിവരമില്ല കേട്ടാ. ഒട്ട